ഹലോ. ഇന്ന് എൻ്റെ ഒരു കസിൻ കൂടെയുണ്ട്. പുള്ളിക്കാരത്തി ഇവിടെ ജർമ്മനിയിൽ ഡ്രസ്സനിലാണ് മാസ്റ്റേഴ്സ് ചെയ്തത്. അത് കഴിഞ്ഞിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുവാണ്. പുള്ളിക്കാരത്തി ഒരു 3 years ആയിട്ട് വർക്ക് ചെയ്യുവാണ്. ഇപ്പോൾ പുള്ളിക്കാരത്തിയുടെ എക്സ്പീരിയൻസ് ഒന്ന് നമുക്ക് ചോദിക്കാം. പുള്ളിക്കാരത്തിയുടെ പേര് അരാന്ത എന്നാണ്. നാട്ടിൽ ഫാർമസി കഴിഞ്ഞിട്ട് ഇവിടെ MBA സപ്ലൈ ചെയിനിലാണ് കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമുക്കൊന്ന് ചോദിക്കാം. എന്താണ് ഫാർമസി കഴിഞ്ഞിട്ട് MBA സപ്ലൈ ചെയിനിൽ എടുക്കാനുള്ള ഒരു റീസൺ? ഞാൻ M.Pharm ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ നാട്ടിൽ വലിയ ഇതൊന്നും ഇല്ല, പഠിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ഇൻഡസ്ട്രി അതൊക്കെ ഭയങ്കര കുറവായതുകൊണ്ട്, അല്ല അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്കില്ലാഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് MBA എടുക്കാൻ തീരുമാനിച്ചത്. അപ്പം ഫാർമ ലജിസ്ട്രീഷ്യൻ ആവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ അത് ഇതുവരെ നടന്നിട്ടില്ല. MBA കഴിഞ്ഞ് ജോലി ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഏത് ലെവലിൽ ജർമ്മൻ ലാംഗ്വേജ് വേണം ജോലി കിട്ടാനായിട്ട് ഒരു എക്സ്പീരിയൻസ്? എൻ്റെ ഫസ്റ്റ് ഇന്റേൺഷിപ്പ് തുടങ്ങിയപ്പോൾ എനിക്ക് 0 ജർമ്മൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് ജർമ്മൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ കൊടുക്കുന്ന ഇന്റർവ്യൂസ് ആണെങ്കിലും ഇപ്പം എൻ്റെ ജോലി ആണെങ്കിലും ഒക്കെ കൂടുതലും ജർമ്മനാണ് ഉപയോഗിക്കുന്നത്. അപ്പം അത്യാവശ്യം ഒരു B1 ലെവലൊക്കെ ജർമ്മൻ എന്തായാലും നമുക്ക് വേണം. ഇല്ലാതെ കിട്ടുന്നവരും ഉണ്ട്, പക്ഷെ അത് ഭയങ്കര കുറവാണ്. ഇവർ ജർമ്മനും ഇംഗ്ലീഷും അറിയാവുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. നാളെ ഈ കോഴ്സ് എടുത്ത് ജർമ്മനി വരാൻ സജസ്റ്റ് ചെയ്യും. ഇപ്പം ഞാൻ ചെയ്തത് MBA ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ്. അത് എടുത്തത് കൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു, ഫീസ് കൊടുക്കേണ്ടി വന്നു. അതേ ഉള്ളൂ ഒരു ഡീമെറിറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം. പക്ഷെ എനിക്ക് അങ്ങനെ ജോലിക്ക് ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇന്റർവ്യൂ കിട്ടാതിരിക്കുക അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ എല്ലാവർക്കും ഓൾമോസ്റ്റ് ജോലിയായി. അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി ചിലപ്പോൾ പ്രിഫർ ചെയ്യില്ലായിരിക്കും, പക്ഷെ കോഴ്സ് നല്ലതാണ്. ഇപ്പോഴത്തെ ജോബ് മാർക്കറ്റ് എങ്ങനെയുണ്ട്? ജോലി കിട്ടാൻ നല്ലതാണോ ഇപ്പം, അതോ റിസഷൻ ആണോ, എങ്ങനെയാണ്? റിസഷൻ അഫക്റ്റ് ചെയ്തിരുന്നു ജോബ് മാർക്കറ്റിന്. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ ബെറ്റർ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ചും കൂടെ ഹയറിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ആപ്ലിക്കേഷൻ ഇട്ടാൽ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ ഈ വെക്കേഷൻ കൂടെ കഴിഞ്ഞ് ആൾക്കാർ വരുമ്പോൾ കുറച്ചും കൂടെ ഹയറിംഗ് പോകും. ശരിക്കും ഇവിടുത്തെ സാലറിയിലൊക്കെ ഓക്കെ ആണോ? ബൈ ഹാൻഡ് സാലറി കിട്ടുന്നത് ഇപ്പൊ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ? നാട്ടിൽ വെച്ചിട്ടൊന്നും ഇവിടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പേയ്മെന്റ് ആണ്. ഞാൻ ഓക്കെ. പിന്നെ കൊളീഗ്സ് ഒക്കെ എങ്ങനെയുണ്ട്? ഭയങ്കര നെറ്റ് ആണോ അതോ? എന്റെ കമ്പനിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഒരു ഇന്ത്യൻ ആയിട്ട്. ബാക്കി എല്ലാവരും ഇന്റർനാഷണൽ ആൾക്കാർ തന്നെയാണ്. ജർമ്മൻസും കുറവാണ്. ഞങ്ങൾ ഇന്റർനാഷണൽ കമ്പനിയാണ്. അപ്പോൾ എല്ലാ പല നാഷണാലിറ്റി ആയതുകൊണ്ടും നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറൊരു കമ്പാരിസൺ നടത്താൻ വേറൊരു ഇന്ത്യൻ ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ അറിയില്ല. അവരും ഫസ്റ്റ് ടൈം ആണ് ഒരു ഇന്ത്യൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നൈസാണ്. ഇത് കോണ്ടാക്ട്സ് ഒക്കെ എങ്ങനെ? മീൻസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് ഇംഗ്ലീഷിലാണോ ഡോയിച്ചിലാണോ? ഇപ്പോൾ ഞങ്ങൾ ടീം ഉള്ളതും പല കൺട്രീസിലാണ്. അപ്പോൾ ഞങ്ങളുടെ ടീം മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ തന്നെ നടക്കുന്നത്. പക്ഷെ എൻ്റെ സപ്ലയേഴ്സ് കുറച്ച് പേര് ജർമ്മനിയിലുണ്ട്. എനിക്ക് ഇന്റർനാഷണൽ സപ്ലൈസ് ഒരുപാട് സപ്ലൈസ് വേറെ കൺട്രീസിലുണ്ട്. പക്ഷെ കുറച്ച് പേര് ജർമ്മൻ സപ്ലയേഴ്സ് ഉണ്ട്. അപ്പം എനിക്ക് അവരുടെ അടുത്ത് ജർമ്മനിൽ കോണ്ടാക്ട് ചെയ്തേ പറ്റും. അപ്പം അതിന് അങ്ങനെ വലിയ ജർമ്മൻ ഒന്നും വേണ്ട, പക്ഷെ അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റീവ് ആയിരിക്കണം നമ്മൾ. വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ചേച്ചിയുടെ പൊസിഷൻ എന്താണ് പൊസിഷന്റെ പേര് എക്സാക്ട്? ഞാൻ മെറ്റീരിയൽ പ്ലാനർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ കമ്പനിയിൽ. എന്തൊക്കെ പ്രിവിലേജസ് എക്സ്ട്രാ കിട്ടുന്നുണ്ട്? ഞങ്ങൾക്ക് കമ്പനി കാർ കിട്ടും. എൻ്റെ കമ്പനി കുറച്ച് റിമോട്ട് ഏരിയയിലാണ്. പിന്നെ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം മിക്ക ലോജിസ്റ്റിക്സ് കമ്പനികളും റിമോട്ട് ഏരിയയിലായിരിക്കും ഉള്ളത്. അപ്പം എനിക്ക് കമ്പനി കാർ വരും. പിന്നെ ലാപ്ടോപ്പ് ഫോൺ കോമൺ ആയിട്ട് എല്ലാവർക്കും കിട്ടുന്നത് പോലെ എനിക്കുണ്ട്. പിന്നെ നമുക്ക് ക്യാൻറ്റീൻ ഫെസിലിറ്റി അതുണ്ട്. എന്താ ഫ്രീ കോഫി ഡ്രിങ്ക്സ്, അങ്ങനെ സാധാരണ നമ്മുടെ ജർമ്മൻ കമ്പനികളിൽ ഉള്ള പോലത്തെ ഫെസിലിറ്റീസ് എല്ലാം തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. ഇന്റർനാഷണൽ മീറ്റിംഗ്സിനൊക്കെ പോകാറുണ്ടോ ജർമ്മനിയുടെ ഔട്ട്സൈഡ് എല്ലാം? നമുക്ക് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് വരാറുണ്ട്. അപ്പൊ ചിലപ്പോൾ നമ്മുടെ കൊളീഗ്സ് പോകും, അല്ലെങ്കിൽ ആർക്കും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചൂസ് ചെയ്യാം, വേണോ വേണ്ടോ എന്ന് വെക്കാം. ഒരു പ്ലാങ്കറായിട്ട് ജോലി കിട്ടാൻ വേണ്ടി സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പഠിച്ചുകൊണ്ട് മാത്രമാണ് വിശ്വസിക്കുന്നുണ്ടോ അതോ വേറെ സോഫ്റ്റ്വെയർസ് ഒക്കെ എക്സ്ട്രാ അറിയാമോ? അങ്ങനെയാണ്? ഇല്ല, നമ്മുടെ കോഴ്സ് ഒരു മെയിൻ ക്രൈറ്റീരിയ ആണ്. കാരണം ലോജിസ്റ്റിക്സ് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കായിരിക്കും എന്തായാലും ഒരു പ്രയോറിറ്റി കിട്ടുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് SAP SAP സോഫ്റ്റ്വെയർ ആണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പം അതിൽ കുറച്ച് നോളജ് ഉണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. പിന്നെ നമ്മുടെ ലാംഗ്വേജും ഇമ്പോർട്ടൻ്റ് ആണ്. ജർമ്മൻ കുറച്ച് അറിയണം, പിന്നെ ഇംഗ്ലീഷും കുറച്ച് അറിയണം. അത് പിന്നെ നമ്മൾ ടീമിൽ ഫിറ്റ് ആയിരിക്കണം, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ നമുക്ക് 6 months കഴിയുമ്പോഴത്തേക്കും നമ്മളെ പറഞ്ഞിടും, പ്രൊബേഷൻ കഴിയുമ്പോൾ പറഞ്ഞിടും. പക്ഷെ നമ്മുടെ ടീമിൽ ഫിറ്റ് ആയിരിക്കണം, നമുക്ക് എബിലിറ്റി ഉണ്ടായിരിക്കണം വർക്ക് ചെയ്യാനായിട്ട്. അതൊരു മെയിൻ ക്രൈറ്റീരിയ ആണ്. കോഴ്സ് മാത്രമല്ല, എല്ലാം നോക്കും.